1 ടീസ്പൂൺ മുളക് പൊടി, 3 തണ്ട് കരിവേപ്പിൻ്റെ ഇല, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂണാണ് കേട്ടോ ഇത് രണ്ടും, പിന്നെ 1 മുറി തേങ്ങ, 4 ഉള്ളി, നമുക്ക് കടുക് വറുക്കാനാണ്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 തക്കാളി. ഇത്രയും നമ്മൾ പിന്നെ വെള്ളപ്പയർ പുളിയിലേക്ക് ചേർത്തുള്ള ഐറ്റംസാണ് കേട്ടോ, ഇൻഗ്രീഡിയൻസാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സിമ്പിളായിട്ടുള്ള വെള്ളപ്പയർ പുളി അങ്ങോട്ട് റെഡിയാക്കാം അല്ലേ. ഇടാം നമുക്ക് ഒരു 3 വിസിൽ, സ്ലിമ്മിലിട്ടിട്ട് ഒരു 3 വിസിൽ കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ കുക്കറിൽ വെച്ചു കേട്ടോ. ഇനി ഒന്ന് ലോഡ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളപ്പയർ പുളി കുക്കറിൽ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം അരവ് റെഡിയാക്കണമല്ലോ. അപ്പോൾ തേങ്ങയും കരിവേപ്പിൻ്റെ ഇലയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മൊരിയൊന്നും വേണ്ട, ഒരു മീഡിയം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്താ മല്ലിപ്പൊടി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മുളകിൻ്റെ മല്ലിയുടെയും ഒക്കെ ആ കുത്തൽ മാറ്റിയെടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ എന്നെ പറയരുത്. അപ്പോൾ കാര്യം എന്താ വെച്ചാൽ ഇത് നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെള്ളപ്പയർ പുളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓരോ ഐറ്റത്തിൻ്റെയും ടേസ്റ്റ് വ്യത്യാസം വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് കറക്റ്റായിട്ടുള്ള ഒരു അതായത് സെറ്റിങ്സ് ഉണ്ടല്ലോ. അതായത് വറവിൻ്റെയും പിന്നെ ഓക്കെ അത് കറക്റ്റായില്ലെങ്കിൽ ചിലപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്ന പോലെ നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ തക്കാളി, കൂടുതൽ പുളിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ നമ്മളെന്താ പറയുക, ചട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്ത് വെള്ളപ്പയർ കുക്കറിൽ നിന്ന് മാറ്റി. എന്തോ കുക്കറിൽ എനിക്ക് വെക്കുമ്പോൾ ഒരു തൃപ്തിയില്ലായ്മ. കാരണം ഫുൾ ടൈം നമ്മുടെ അടുപ്പിലും പിന്നെ ചട്ടിയിലും അതിലൊക്കെ ആണ് വെച്ചുകൊണ്ടിരിക്കണേ. അപ്പം അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് കുക്കറിൽ നിന്ന് ഞാൻ മെല്ലെ ചട്ടിയിലേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ട് നമ്മുടെ വെള്ളപ്പയറിനെ പിന്നെ പുളി ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കട്ടെ. പുളിയുടെ ആ കട്ട് പോകുന്ന വരെ ഒന്ന് തിളച്ചെടുക്കണം. കൂട്ടത്തിൽ തന്നെ അരവ് ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് പറയുന്നില്ല എന്നുള്ള പരാതി വേണ്ട. ഇതൊരു ഓളത്തിൽ അങ്ങോട്ട് വെച്ചുണ്ടാക്കിയുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അങ്ങനെയാണ്. കാരണം നമ്മുടെ കറിയാവും, നമ്മളെ ചാനലിലൊരു വീഡിയോ ആവും, നിങ്ങൾക്കും കാണാൻ പറ്റും അങ്ങനെ. അപ്പോൾ നമ്മുടെ വെള്ളപ്പയർ പുളി ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരവോടുകൂടി. പിന്നെന്താ സിമ്പിൾ ആൻഡ് ഹമ്പിൾ, അത്രയും റെസിപ്പി എന്നാൽ അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ചീനച്ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കരിവേപ്പിൻ്റെ ഇല ഇടുക, ഉള്ളിയിട്ട് മൂപ്പിക്കുക. വറ്റൽ മുളക് വേണം, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, ഇനി ബാക്കിയുള്ളതൊന്നും ഞാൻ പറയണ്ടല്ലോ. ഓളൊന്ന് ബട്ടണൊന്ന് അമർത്തിയേക്ക് കേട്ടോ. എന്നാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ വീഡിയോ ആണ്, എന്നാലും അത് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ.